നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെ ആളുകൾ എംപിമാരായിട്ടുള്ള 7-ലധികം ആളുകൾ തങ്ങൾ സ്ഥാനാർത്ഥികളാകുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു. സാധ്യതകളൊക്കെ മങ്ങുമ്പോഴും അവസാന പട്ടികയിൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയിൽ അടൂർ പ്രകാശും കെ സുധാകരനും കൊടിക്കുന്നിൽ സുരേഷുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു എംപിമാർക്ക് പോലും മത്സരിക്കാൻ അവസരം നൽകേണ്ടതില്ല, അത് തെറ്റായ കീഴ്വഴക്കമായി മാറുമെന്ന ഒരു വിലയിരുത്തലിലേക്ക് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തെയും സമ്മർദ്ദത്തെയും തുടർന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തുകയും അങ്ങനെ എല്ലാ എംപിമാർക്കും ആ പ്രതീക്ഷ അസ്തമിക്കുകയും ചെയ്തെടുത്തതെന്നാണ് കെപിസിസിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ആര് എന്ന ചോദ്യത്തിന് ഒരു ഡസനിലേറെ പേരുകൾ ഉയർന്നുവരുന്ന ഒരു അസാധാരണമായൊരു സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം കെപിസിസി ആസ്ഥാനത്ത് വിശാല നേതൃയോഗം ചേർന്നിരുന്നു. അതിനിടയിലാണ് പ്രധാനപ്പെട്ട പല നേതാക്കളും അവകാശവാദവും പരസ്യമായി ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ എംപിമാർ ആന്റോ ആന്റണി സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ തന്നെ പറഞ്ഞു കേട്ട പേരുകളിൽ പ്രധാനിയായിരുന്നു പത്തനംതിട്ട എംപി കൂടിയായ ആന്റോ ആന്റണി. പിന്നീട് ബെന്നി ബെഹനാന്റെ പേര് ചർച്ചകളിൽ വന്നു. ഒടുവിൽ അത് സണ്ണി ജോസഫിലേക്ക് എത്തുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. പക്ഷേ സണ്ണി ജോസഫ് മന്ത്രിസഭയുടെ ഭാഗമായതിന് പിന്നാലെ അധ്യക്ഷ പദവിയിലേക്ക് ആര് എന്ന ചോദ്യം ഉയരുമ്പോൾ അവിടെ ക്രിസ്ത്യൻ സഭകളെ ഒപ്പം നിർത്താൻ ഒരു ക്രൈസ്തവ മുഖത്തെ തന്നെ ഉയർത്തിക്കൊണ്ടു വരണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ ഈ എംപിമാരുടെ പേരിനെ ചുറ്റിപ്പറ്റി തന്നെ ചർച്ചകൾ വീണ്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ പ്രധാനമായി അന്ന് ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്ന ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനും ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന് പുറമെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായി കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ ഒരു ദളിത് മുഖമായി ഉയർത്തപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് ഏറെ നാളായി അധ്യക്ഷ പദവിയിലേക്ക് എത്തണമെന്ന ആഗ്രഹം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ അറിയിച്ചതാണ്. AK ആന്റണി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായതാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശവാദം. അതോടൊപ്പം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൊടിക്കുന്നിൽ സുരേഷിന് വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട്. ആ സാധ്യതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യത്തിന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഒരു ദളിത് മുഖം കെപിസിസിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അതൊരു പുതിയ ചരിത്രമാകും. അത് കോൺഗ്രസിന്റെ പിന്നോക്ക വിഭാഗങ്ങളെ പാർട്ടിയോട് കൂടുതൽ ചേർത്ത് നിർത്താനുള്ളൊരു നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന വിലയിരുത്തലൊക്കെ കൊടിക്കുന്നിലിനെ അനുകൂലിക്കുന്നവർക്കുണ്ട്. അങ്ങനെയാണ് കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി അവർ അവകാശവാദം ശക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെയൊക്കെ നേരിൽ കണ്ടും കത്തയച്ചുമൊക്കെ കൊടിക്കുന്നിലിന് വേണ്ടി അവർ വലിയ സമ്മർദ്ദം ശക്തമാക്കുന്നു. ദളിത് സംഘടനകളുടെ ഭാഗത്ത് നിന്ന് കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി നിരവധി കത്തുകളാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തേക്ക് മല്ലികാർജ്ജുന ഖാർഗെക്കടക്കം എത്തിയിരിക്കുന്നത്.